സംസ്ഥാനത്ത് നദികളിൽ നിന്ന് മണൽ വാരാൻ വീണ്ടും സർക്കാർ നീക്കം. 32 നദികളിൽ നിന്ന് മണലെടുക്കാനുള്ള ശേഷിയുണ്ടെന്നാണ് കണക്ക്. സാൻ ഓഡിറ്റിംഗിലാണ് ഖനന സാധ്യത കണ്ടെത്തിയത്. ഈ വർഷം തന്നെ മണൽ വാരൽ പുനരാരംഭിക്കാനാണ് സർക്കാർ തീരുമാനം. 10 വർഷത്തിന് ശേഷമാണ് സർക്കാരിന്റെ പുതിയ നീക്കം. 8 ജില്ലകൾ, 32 നദികൾ, 1.25 കോടി മെട്രിക് ടൺ മണൽ ഖനനം ചെയ്യാനാകുമെന്നാണ് സാൻ ഓഡിറ്റിംഗ് കണ്ടെത്തൽ. സർക്കാർ പ്രതീക്ഷിക്കുന്ന വരുമാനം 1500 കോടി രൂപയാണ്. ഖനന സാധ്യത നദികളുള്ളത് കൊല്ലം, തൃശൂർ, മലപ്പുറം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ്, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലാണ്. ഭാരതപ്പുഴ, കടലുണ്ടി, ചാലിയാർ നദികളിലും ഖനന സാധ്യത കണ്ടെത്തി. മണൽവാരൽ പുനരാരംഭിക്കാനുള്ള ജില്ലാതല സമിതികൾ ഈ ആഴ്ച രൂപീകരിക്കും. ഇക്കഴിഞ്ഞ ബജറ്റിലും മണൽ വാരുന്നതിന് അനുമതി നൽകിയിരുന്നു. പുതിയ തീരുമാനത്തോടെ നദികളുടെ സംരക്ഷണത്തിനൊപ്പം സംസ്ഥാനത്ത് മണൽക്ഷാമത്തിന് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടൽ. അപ്പോഴും പരാതികളും പരിസ്ഥിതി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള എതിർപ്പുകളും വിവിധ കോണുകളിൽ നിന്ന് ഉയരാൻ സാധ്യതയുണ്ട്. ഭാരതപ്പുഴയിലും ചാലിയാറിലുമാണ് ആദ്യഘട്ടത്തിൽ മണൽവാരൽ നടപ്പിലാക്കുന്നത്. ഈ വർഷം തന്നെ മണൽ നിക്ഷേപമുള്ള മറ്റെല്ലാ നദികളിൽ നിന്നും പല ഘട്ടങ്ങളായി മണൽവാരൽ ആരംഭിക്കുകയാണ് ലക്ഷ്യം. 2016 മണൽവാരൽ കേരളത്തിൽ നിലച്ചത്. എന്നാൽ മാർച്ച് മുതലാണ് മണൽവാരൽ കേരളത്തിൽ പുനരാരംഭിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ 3 കടവുകളിലാണ് മാർച്ചോടെ മണൽവാരൽ ആരംഭിക്കുന്നത്. നദികളിലെ ജലസംഭരണ ശേഷി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം വെള്ളപ്പൊക്ക സാധ്യത കുറയ്ക്കാനും ഇതിലൂടെ കഴിയുമെന്നാണ് വിലയിരുത്തുന്നത്. വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലെയും പുഴകളിൽ നിന്ന് നിയന്ത്രിതമായ തോതിൽ മണൽവാരൽ ജോലികൾ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനെതിരെ വൻ പ്രതിഷേധവുമായി നിരവധി സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. 2018 പ്രളയമാണ് വീണ്ടും മണൽവാരലിലേക്ക് തിരിയാൻ കാരണമായത്. പല പുഴകളിലും വൻതോതിൽ മണൽ അടിഞ്ഞു കൂടിയതാണ് പ്രളയത്തിന് കാരണമെന്ന വാദവുമുണ്ട്. അതിനാൽ വിദഗ്ധ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം. പുഴകളിൽ നിന്നും നിശ്ചിത അളവിൽ മാത്രമാണ് മണൽ നീക്കം ചെയ്യുകയെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഓരോ പുഴയിൽ നിന്നും നീക്കം ചെയ്യേണ്ട മണലിന്റെ ഘന അടി നിശ്ചയിച്ചിട്ടുണ്ട്. പഞ്ചായത്തുകളുടെ മേൽനോട്ടത്തിൽ നിയന്ത്രിതമായ രീതിയിലായിരുന്നു മുൻപ് മണൽ നീക്കം ചെയ്തിരുന്നത്. എന്നാൽ മണൽവാരൽ പ്രാബല്യത്തിൽ വരുന്നതോടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള അനിയന്ത്രിത മണൽവാരൽ പരിപോഷിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പാസിന്റെ മറവിൽ വൻതോതിൽ മണൽവാരൽ നടക്കാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 10 വർഷം മുമ്പാണ് കേരളത്തിൽ മണൽവാരൽ നിരോധിച്ചത്. എന്നാൽ മണൽവാരൽ പുനരാരംഭിക്കുന്നതോടെ ഇത് സംബന്ധിച്ചുള്ള മേഖലകളും സജീവമാവുകയാണ്. മണൽ നിക്ഷേപം നിരവധിയുള്ള ചാലിയാറിലെ കടവുകളും സജീവമാവുകയാണ്. പുഴയുടെ അടിത്തട്ടിൽ വൻതോതിൽ മണലുണ്ടെന്നാണ് പ്രതീക്ഷ പകരുന്നത്. സർക്കാർ തീരുമാനം അഭിനന്ദനാർഹമാണെന്നും തൊഴിലാളികൾ പറയുന്നു. മുങ്ങാങ്കുഴിയിട്ട് മണൽ വാരിയിരുന്ന കാലം വീണ്ടും എത്തുമ്പോൾ പ്രതീക്ഷകളും വലുതാവുകയാണ്. വൻ വരുമാനം മേഖലയ്ക്കാകെ ഉണർവായികം. നദിയുടെ ജലസംഭരണ ശേഷി കൂടും. വെള്ളപ്പൊക്ക സാധ്യത കുറയും. പാറ പൊടിച്ചുള്ള എംസാൻഡ് ഒരു പരിധിവരെ ഒഴിവാക്കാനാകും. 2016 കോടതി വിധിയോടെ മണൽവാരൽ നിലച്ചപ്പോൾ മറ്റ് തൊഴിലുകളിലേക്ക് ചേക്കേറിയവർക്കാണ് ഏറെ സന്തോഷം. പ്രളയകാലത്ത് ഉരുൾപൊട്ടിയും മറ്റുമൊക്കെയായി നദികളിലേക്ക് എത്തിയ വെള്ളത്തിനൊപ്പം വൻതോതിൽ മണലും എത്തിയിട്ടുണ്ട്. അതിനാൽ മഴക്കാലത്തിന് മുൻപ് മണൽവാരൽ തുടങ്ങിയാലേ കാര്യമുള്ളൂ. ചാലിയാറിന് പുറമെ കടലുണ്ടിപ്പുഴയിലും ഭാരതപ്പുഴയിലും മണൽ വാരാനാണ് അനുമതി നൽകുമെന്നാണ് ബജറ്റിൽ സർക്കാർ പ്രഖ്യാപിച്ചത്. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.